ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. സൂപ്പർ കൺമണി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൺമണിയുടെ കല്യാണത്തിന് ധനലക്ഷ്മി സ്വർണം തരുമെന്ന് ശ്രീനിവാസൻ പറയുന്നുണ്ടെങ്കിലും മനോജിന് അതത്ര വിശ്വാസമൊന്നുമില്ല. അവളുടെ പഴയ രീതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ അവള് സ്വർണം തരുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊക്കെ തോന്നുകയാണെന്ന് മനോജ് പറയുന്നത് കേട്ടിട്ട് ഇനി സംശയിക്കേണ്ടണം മനോജ്. ഓരോ അനുഭവങ്ങൾ വരുമ്പോഴാണ് മനുഷ്യർ നന്നാവുന്നത്. അവളും കുറെ ദിവസം വീട്ടിൽ ചെന്നിരുന്നപ്പോഴായിരിക്കും നമ്മുടെ വില മനസ്സിലാക്കിയത്. അവള് പറഞ്ഞത് നമുക്ക് വിശ്വസിക്കാം, അവള് നമുക്ക് സ്വർണം തരും. പക്ഷെ ചെലവുകൾ വീണ്ടും കിടക്കുകയല്ലേ മോനെ, കല്യാണത്തിന്റെ കണക്ക് കൂട്ടുമ്പോഴൊന്നും നിൽക്കില്ല. ശ്രീനിവാസൻ അങ്ങനെ പറഞ്ഞപ്പോ മനോജ് തിരിച്ചു പറയുന്നുണ്ട്, ശ്രീനിയോട് വിഷമിക്കേണ്ട, ഞാൻ പറഞ്ഞല്ലോ കൺമണിയുടെ കല്യാണത്തിന് ഞാൻ ഒരു കുറവും വരുത്തില്ല. അന്തസ്സോടെ തന്നെയായിരിക്കും നമ്മൾ അവളെ കൃഷ് സാറിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. ഞാൻ കാരണം അവള് കുറെ വിഷമിച്ചിട്ടുണ്ട്. അതിനെല്ലാം പ്രായശ്ചിത്തമായിട്ട് കൂടിയാ ഈ ചടങ്ങ് ഗംഭീരമാക്കുന്നത്. അതുകൊണ്ട് അച്ഛൻ സമാധാനമായിട്ട് തന്നെ ഇരിക്കെ, ലീവെല്ലാം ശരിയാക്കി ഞാൻ ഉടനെ തന്നെ എത്താം. മനോജിന്റെ വാക്കുകൾ കേട്ട് ശ്രീനിക്കും സമാധാനവും സന്തോഷവും ഒക്കെ തോന്നുകയാണ്. മനോജിനോട് സംസാരിച്ചു കഴിയുന്ന ശ്രീനിയോട് കൺമണി വീണ്ടും പറയുന്നുണ്ട്, എന്റെ കല്യാണക്കാര്യത്തെക്കുറിച്ച് ഓർത്ത് അച്ഛനും ഏട്ടനും ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ടെന്നും ആവശ്യമില്ലാത്ത ബാധ്യതകളൊന്നും ഉണ്ടാക്കി വെക്കേണ്ട ഒരു കാര്യമില്ല. കൃഷ് സാറും വീട്ടുകാരും പറഞ്ഞതും അങ്ങനെ തന്നെയാണ്, വിവാഹം ലളിതമായിട്ട് മതിയെന്ന്. ഇത് കേട്ട ശ്രീനി പറയുന്നുണ്ട്, എനിക്കത് അറിയാം, അവർക്ക് നിന്നെ മാത്രം മതിയെന്ന്. പക്ഷെ അവർക്ക് വേണ്ടിയല്ല ഈ ഒരുക്കങ്ങൾ, നിനക്ക് വേണ്ടിയുമല്ല, ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രമാണ്. പെൺമക്കളുടെ കല്യാണത്തിനെ പറ്റി വീട്ടുകാർ ഒരുപാട് സ്വപ്നങ്ങൾ കാണും. അവളെ അണിയിച്ചൊരുക്കി കല്യാണ മണ്ഡപത്തിൽ അവളുടെ പുരുഷന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവൾക്കൊന്നിനും ഒരു കുറവ് വരാൻ പാടില്ലെന്ന്. അതുകൊണ്ട് കല്യാണ കാര്യങ്ങൾ ഞങ്ങൾക്ക് വിട്ടേക്ക്. ഇനി അഥവാ ബുദ്ധിമുട്ടിയാൽ തന്നെ അത് ഒരു സന്തോഷമാണ്. നിനക്ക് വേണ്ടിയല്ലേ, നീ ഈ കുടുംബത്തിന് വേണ്ടി എന്തുമാത്രം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഗോകുല് പറയുന്നത് പോലെ നീ ഒരു രാജകുമാരിയാ, രാജകുമാരിക്ക് ചേരും വിധം തന്നെ നിന്റെ കല്യാണം നടക്കണം. ശ്രീനിയുടെ വാക്കുകൾ കേട്ട് കൺമണിയും ചിരിക്കുന്നുണ്ട്. എങ്കിൽ പിന്നെ ഞാനിനി ഒന്നും പറയുന്നില്ല. അപ്പൊ ഈ രാജകുമാരിക്ക് ഓഫീസിൽ പോകാൻ സമയമായി, ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ തന്നെ കൺമണി പോകാനായിട്ട് റെഡിയാവാൻ ഒരുങ്ങുകയാണ്. അതിനുശേഷം സാഗർ ദേവ്ജി അത്യാവശ്യമായിട്ട് എന്തോ ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി വിളിപ്പിച്ചിരിക്കുകയാണ്. ദേവ്ജി കാര്യം ചോദിക്കുമ്പോൾ സാഗർ വളരെയധികം വിഷമത്തോടെ മടിച്ചുകൊണ്ടാണ് ആ കാര്യം പറയാൻ തുടങ്ങുന്നത്. അത് പിന്നെ കൃഷ്ണന്റെ വിവാഹത്തിന് ആദ്യം ക്ഷണിക്കേണ്ട ഒരാളില്ലേ ദേവ്ജി, എനിക്കും ദേവ്ജിക്കും മാത്രം അറിയാവുന്ന ആ സത്യം. ദേവ്ജിയും അപ്പോഴാണ് ആ കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കുന്നത്. ഉടനെ സംശയത്തോടെ ചോദിക്കുന്നുണ്ട് സാഗറിനോട്, വിവാഹത്തിന് അവരെ ക്ഷണിക്കുക എന്ന് വെച്ചാ ക്ഷണിക്കണ്ടേന്നപ്പോ ദേവ്ജിയോട് ചോദിക്കുകയാണ് സാഗറും. അവന്റെ അടുത്ത് അവരുണ്ടാവണ്ടേ, വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും അത് ജീവിക്കുന്ന ഒരു സത്യമല്ലേ ദേവ്ജി. എന്നാൽ ഇത് കേൾക്കുന്നതും ദേവ്ജി ചോദിക്കുകയാണ്, വിവാഹത്തിന് അവര് വന്ന പ്രശ്നമാകില്ലേന്ന്, ചോദ്യങ്ങൾ വരില്ലേന്ന്, താൻ എന്ത് മറുപടി പറയും. സാഗറാണെങ്കിലും വല്ലാത്ത ടെൻഷനോടുകൂടി പറയുകയാണ് ദേവ്ജിയോട്, കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനും വല്ലാത്ത ആശയക്കുഴപ്പത്തിലാണ്. എങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ എന്റെ സുജുവിനോട് പോലും പറയാതെ ഞാൻ ഇത്രയും നാളത് മറച്ചു വെച്ചു. പക്ഷെ അവരെ ക്ഷണിക്കണം, അല്ലെങ്കിൽ എനിക്ക് എന്റെ മനസാക്ഷിയോട് നീതി പുലർത്താൻ കഴിയില്ല ദേവ്ജി. സാഗർ പറയുന്നതെല്ലാം ശരിയാണെന്ന് സമ്മതിക്കുന്നുണ്ട് ദേവ്ജി. അതോടൊപ്പം അതുണ്ടാക്കാൻ പോകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. സുജാത, കൃഷ്, നിങ്ങളുടെ കുടുംബം, അതൊക്കെ നീ ഓർക്കണം സാഗർ. അതുകൊണ്ട് എടുത്തു ചാടരുതെന്ന് ഞാൻ പറയും. പല രീതിയിലും പലരും മുറിപ്പെടുത്തിയിട്ടും മുറികൂടി ചേർന്നിരിക്കുന്ന തന്റെ കുടുംബത്തിനെ അത് ചിലപ്പോൾ വലിയ ഷോക്കായിരിക്കും. ഇത്രയും നാളും ആരും ഒന്നും അറിയാതെ പോയി, ഇനിയും അത് അങ്ങനെ തന്നെ മതിയിടും. ദേവ്ജി ഇങ്ങനെയെല്ലാം സാഗറിനെ ഉപദേശിക്കുന്നുണ്ടെങ്കിലും സാഗറിന് അപ്പോഴും മനസ്സമാധാനം ഇല്ല. തുടർന്ന് ദേവ്ജി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പഴമക്കാര് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്, ചില സത്യങ്ങൾ പറയരുതെന്നും. പകൽ പോലെ സത്യമായിരിക്കാം, പലപ്പോഴും ആരോടെങ്കിലും ഒക്കെ ഷെയർ ചെയ്യണമെന്നൊക്കെ തോന്നിയ കാര്യമായിരിക്കാം. പക്ഷെ ഞാൻ പറയുന്നു, അത് പറയരുത്. ഇത് എന്റെ അഭിപ്രായം, അവസാന തീരുമാനം തന്റേത്. സാഗർ വീണ്ടും വിഷമിച്ചേൽക്കുന്ന കാണുന്ന ദേവ്ജി സാഗറിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. സാഗർ, തന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാകും, താൻ ചിന്തിക്കുന്നതൊക്കെ ശരിയുമാണ്. പക്ഷേ ഞാൻ ഇത്രയും പറഞ്ഞത് മറ്റൊരു ശരിയാ. സാഗർ ചോദിക്കുന്നുണ്ട്, ദേവ്ജി അവരെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ശരിയല്ലേ എന്ന്. ശരിയാണെന്നാണ് ദേവ്ജി മറുപടി കൊടുക്കുന്നത്. കുറച്ച് വയ്യായ്മകളൊക്കെ ഉണ്ട് അവർക്ക്, ഇപ്പൊ വിശ്രമത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ഈ വാർത്ത അവരെ സന്തോഷിപ്പിക്കില്ലേ, അവരുടെ അനുഗ്രഹം കൃഷ്ണൻ ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുന്ന സാഗറിനോട്, തനിക്ക് അത്ര നിർബന്ധമാണെങ്കിൽ താൻ ഒറ്റയ്ക്ക് പോയി അവരെ കാണും. പിന്നെ ക്ഷണിച്ചാലും വരുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. വന്നില്ലെങ്കിലും അവരുടെ അനുഗ്രഹം കൃഷ്ണൻ ഉണ്ടാവും. നമ്മുടെ കാഴ്ചപ്പാടിന്റെ ശരികളെ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ. അവർക്ക് പിന്നീട് ഒരിക്കൽ തോന്നരുതല്ലോ കല്യാണത്തിന് കൂടാൻ പറ്റിയില്ലെന്ന്. മനസ്സുകൊണ്ട് പോലും നിങ്ങളെ കുറ്റപ്പെടുത്താൻ താനായിട്ടൊരു അവസരം കൊടുക്കണ്ട. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ദേവ്ജി സാഗറിന്. പിന്നീട് അലികയിലുള്ള ദേവ്ജിയോട് കൃഷ് വന്ന് ചോദിക്കുന്നുണ്ട്, അച്ഛൻ ഇതുവരെ എത്തിയില്ലേ, ക്യാബിനിൽ കണ്ടില്ലല്ലോ എന്ന്. സാഗർ പോയെന്ന് ദേവ്ജി മറുപടി നൽകുമ്പോൾ എങ്ങോട്ട് പോയെന്ന് ചോദിക്കുന്നുണ്ട് കൃഷ്. സാഗർ വീട്ടിലേക്ക് പോയി. അല്ല, അത് കേട്ട് സംശയത്തോടെ കൃഷി ചോദിക്കുകയാണ്, അച്ഛൻ വീട്ടിലേക്ക് പോയെന്നു? രാവിലെ മീറ്റിങ്ങിന് എത്തണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അച്ഛൻ എന്താ പെട്ടെന്ന് പോയത്, വല്ല വയ്യായ്മയും വന്നു? ജയമോഹൻ വന്നിട്ടുണ്ടെന്ന് അറിയുകയാണ് ദേവ്ജി. ജയമോഹൻ വീണ്ടും വന്നതറിഞ്ഞ്
കൃഷ്ണൻ അല്പം നീരസം തോന്നുകയും ചെയ്യുന്നുണ്ട്. ജയമോഹനങ്ങൾ ഇവിടെ വരുന്നതിനോ ടൈം സ്പെൻഡ് ചെയ്യുന്നതിനോ ഒരു തെറ്റുമില്ല. പക്ഷെ അത് എല്ലാവരിലും ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദേവ്ജി അത് സമ്മതിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ജയമോഹൻ വന്നപ്പോ ഓഫീസ് ഫയൽസിനെയൊക്കെ പറ്റി ചോദിച്ചു. കാഷ്വലായിട്ട് ചോദിക്കും പോലെയാണ് ഫീൽ ചെയ്തത്. പക്ഷെ എന്തോ ഒരു ഹിഡൻ പർപ്പസ് ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. സാഗറിന് എന്തോ ഒരു സുഖക്കുറവ് ഫീൽ ചെയ്തു. ഒന്ന് റെസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞിട്ടാണ് അച്ഛൻ പോയത്. എന്നാൽ സാഗറിന്റെ ആ പ്രവൃത്തി കൃഷ്ണന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അച്ഛൻ എന്തിനാണ് അങ്ങനെ പോയതെന്നും ഇത് അച്ഛന്റെ സ്ഥാപനമല്ലേ, പേടിച്ചോടേണ്ട കാര്യം എന്താ? ജയമോഹൻ അങ്കിൾ വെറും ഒരു ഷെയർ ഹോൾഡർ മാത്രമല്ലേ. അച്ഛൻ ഈ കമ്പനിയുടെ ചെയർമാനും ഞാൻ ഈ കമ്പനിയുടെ MD-യുമാണ്. അതുകൊണ്ട് അച്ഛൻ പോകാൻ പാടില്ലായിരുന്നു. തുടർന്ന് കൃഷ് ദേവ്ജിയോട് ചോദിക്കും, ജയമോഹൻ അങ്കിളുടെ വരവില് ദേവ് സാറിന് എന്താ ഫീൽ ചെയ്തത്? ആ വരവിന്റെ പിന്നിൽ എന്തോ ഒരു ദുരുദ്ദേശം ഉണ്ടെന്ന് എനിക്കിപ്പോ തോന്നുന്നത് ദേവ്ജി പറഞ്ഞു. ഡയറക്ടർ ബോർഡ് മീറ്റിംഗിനെ കുറിച്ചും പഴയ ഫയലുകളെ കുറിച്ചൊക്കെ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു ജയമോഹൻ. അത് അത്ര നല്ലൊരു ലക്ഷണമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവരങ്ങനെ സംസാരിച്ചു നിൽക്കുന്ന സമയത്താണ് കൺമണി അങ്ങോട്ട് വരുന്നത്. കൃഷി പിന്നെ കൺമണിയോടും ചോദിക്കുന്നുണ്ട്, ജയമോഹൻ അങ്കിൾ നിന്നോട് എന്തെങ്കിലും പറഞ്ഞിരുന്നു എന്ന്. ഇല്ലെന്ന് പറയുന്നുണ്ട് കൺമണി. ജയമോഹൻ അങ്കിൾ എന്നെ കണ്ടില്ല. പക്ഷെ കമ്പനിയിൽ ആകെ ഒരു ടെൻഷനുണ്ട്. ജയമോഹൻ അങ്കിളിന് എന്തോ ഒരു പവർ ഉണ്ടെന്നുള്ളൊരു തോന്നൽ എല്ലാവർക്കും വന്നതുപോലെ. എല്ലാവർക്കും എന്ന് വെച്ചാൽ എനിക്ക് പോലും അങ്ങനെ ഒരു ഫീലുണ്ട്. മണിയുടെ വാക്കുകൾ കേട്ട് കൃഷി ചോദിച്ചു പോവുകയാണ്, ഇനി ഇതൊക്കെ നമ്മൾ വെറുതെ സങ്കല്പിച്ച് കൂട്ടുന്നതാണെങ്കിലും ഇവിടെ അധികാരം കാണിക്കാനുള്ള ഒരു റൈറ്റ് അങ്കിളിനില്ല. കൺമണി പറയും, ആയിരിക്കാം, പക്ഷെ അത് നടക്കുന്നുണ്ട്, അത് ഉറപ്പാ. ചില കാര്യങ്ങൾ മുളയിലേ നുള്ളണമെന്നാണ് ദേവ്ജിയുടെ അഭിപ്രായം. സാഗറുമായിട്ട് നമുക്കിത് സംസാരിച്ചേ പറ്റൂ എന്നും ചിന്തിക്കുന്നു. ജയമോഹനെ പറ്റി സംസാരിച്ചു നിൽക്കുന്ന ആ ഒരു സമയത്താണ് എന്താ ഒരു ഗൂഢാലോചന എന്ന് ചോദിച്ചുകൊണ്ട് ജയമോഹൻ ചിരിയോടെ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. കൃഷിനോടൊക്കെ അധികാരഭാവം കാണിക്കുകയാണ് ജയമോഹൻ. പിന്നെ കൃഷി എന്താ ഇത്ര വൈകിയത്? കുറച്ചുകൂടെയൊക്കെ കമ്പനിയോട് ഉത്തരവാദിത്വം കാണിക്കണം കേട്ടോ. ജയമോഹന്റെ വാക്കുകൾ തീരെ ഇഷ്ടപ്പെടുന്നില്ല കൃഷ്ണനും ദേവ്ജിക്കും കൺമണിക്കും ഒക്കെ. അവരെല്ലാം മുഖം കറുപ്പിച്ച് നിൽക്കുന്ന കാണുന്ന ജയമോഹൻ താനൊരു തമാശ പറഞ്ഞാണെന്നൊക്കെ പിന്നീട് പറയുന്നുമുണ്ട്. ശേഷം ദേവ്ജിയോട് ചോദിക്കുകയാണ്, സാഗർ പോയെന്ന് ദേവ്ജി പറഞ്ഞതും സാരമില്ല, അങ്ങനെയാണെങ്കിൽ നാളെ സംസാരിക്കാന്ന് പറയുകയാണ് ജയമോഹൻ. ഉടനെ കൃഷി ചോദിക്കുകയാണ് ജയമോഹനോട്, എന്തെങ്കിലും അത്യാവശ്യമുള്ള കാര്യമാണോ? ജയമോഹൻ മറുപടി കൊടുക്കുന്നത്, അത് പിന്നെ കൺമണിയുടെ ആ ഡിസൈനിന്റെ കാര്യം ഒന്ന് ചർച്ച ചെയ്യാൻ. ആ ഡിസൈനിനെ പറ്റി ഇനി എന്ത് ചർച്ച ചെയ്യാനാണെന്ന് ദേവ്ജി ചോദിക്കുമ്പോൾ, അല്ല കൺമണിയുടെ ഗുണത്തിന് വേണ്ടി തന്നെയാ. കൺമണി എനിക്ക് എന്റെ മോളെ പോലെ തന്നെയല്ലേ. വേൾഡ് കനേഡിയൻ ഗ്രൂപ്പിന് വേണ്ടി കൺമണി വരച്ച ആ ഡിസൈൻ ക്ലയൻസിന് അയക്കുന്നത് ഡയറക്ടർ ബോർഡിന്റെ അംഗീകാരത്തിന് ശേഷം അല്ലേ നല്ലതെന്ന് എനിക്കൊരു തോന്നൽ. ഡയറക്ടർ ബോർഡിന്റെ അംഗീകാരത്തോടു കൂടിയാകുമ്പോൾ കൺമണിയുടെ ഡിസൈനിന് ഒരു ബലം കിട്ടും. എന്നാൽ ഇത് കേൾക്കുന്ന കൃഷ് ജയമോഹനോട് ചോദിക്കാണ്, ഡയറക്ടർ ബോർഡിന് കൺമണിയുടെ ഡിസൈൻ മനസ്സിലായില്ലെങ്കിലോ? അപ്പോ അവരിതിന് അംഗീകാരം കൊടുത്തില്ലെങ്കിൽ? അതിന് ജയമോഹൻ പറയുന്നത്, ഡയറക്ടർ ബോർഡിന്റെ അംഗീകാരം ഇല്ലെങ്കിൽ പിന്നെ എന്താവോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടെ എന്നുള്ള മട്ടിലാണ്. അതും പറഞ്ഞ് അയാൾ പോകുന്നതും കൃഷി പിന്നെ ദേവ്ജിയോട് പറയാണ്, ദേവ്ജി പറഞ്ഞത് സത്യമാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. ജയമോഹൻ അങ്കിള് എന്തോ ടാർഗറ്റ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. കൃഷിന്റെ ടെൻഷൻ മനസ്സിലാക്കുന്ന ദേവ്ജി കൃഷ്ണനോട് സമാധാനമായിട്ടിരിക്കാനും നമുക്കിത് വേണ്ട രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാമെന്നും പറയുന്നു. കൺമണിയും കൃഷ്ണനോടായിട്ട് പറയുന്നുണ്ട്, എനിക്ക് വേണ്ടി ഒരു ഇഷ്യൂ ഉണ്ടാക്കണ്ട. പക്ഷേ കൃഷി അത് ചെവിക്കൊള്ളുന്നില്ല. ദേഷ്യത്തോടെ തന്നെയാണ് പ്രതികരിക്കുന്നത്. നിന്റെ ഡിസൈനിനെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞു അത് അംഗീകരിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ടാവില്ലെന്നാണ് കൃഷിന്റെ നിലപാട്. അതിനുശേഷം സുജാത വളരെ വിഷമിച്ച് നിൽക്കുകയാണ്. ബലരാമൻ പറഞ്ഞ വാക്കുകളെ പറ്റിയൊക്കെയാണ് ചിന്തിക്കുന്നത്. ബലരാമൻ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നും അവന്റെ മുഖം കണ്ടാൽ തന്നെ അറിയും. ആകെ തകർന്നിരിക്കുകയാണ് അവൻ. നാളെ രജിസ്റ്റർ മാരേജ് നടത്തണമെന്നാ പറഞ്ഞിരിക്കുന്നത്. സാഗറിനോട് ഞാൻ ഇതൊക്കെ അവതരിപ്പിച്ചാലും സാഗർ അത് ഒരിക്കലും സമ്മതിക്കില്ല. പക്ഷെ ഞാൻ അത് നടത്തിയില്ലെങ്കിൽ അതും പ്രശ്നമായിരിക്കും. എന്താണ് ചെയ്യേണ്ടതെന്ന് ഓർത്ത് സുജാത അങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാണ് സാഗറിന്റെ വരവ്. സാഗറിനോട് എന്നിട്ട് ചോദിക്കുകയാണ് സുജാത, ബലരാമൻ വന്നത് അറിഞ്ഞുവെന്ന്. അതറിയുന്നതും ബലരാമൻ എവിടെയാണെന്ന് തിടുക്കത്തോടെ ചോദിക്കുകയാണ് സാഗർ. അവൻ പോയെന്ന് അറിയിക്കുന്നുണ്ട് സുജാത. കുറച്ചു നേരം മുമ്പാണ് അവൻ വന്നത്, ഇപ്പൊ പോവുകയും ചെയ്തു. എന്നാൽ ബലരാമൻ വന്നിട്ട് തന്നെ എന്താണ് കാണാതിരുന്നതെന്ന് സാഗർ സംശയത്തോടെ ചോദിച്ചപ്പോ അവൻ അച്ഛനെയും അമ്മയും കാണാനല്ല വന്നത്, വേറൊരു അത്യാവശ്യം നടത്തിക്കാൻ വേണ്ടി. സാഗറിനോട് പറഞ്ഞ് സമ്മതിപ്പിക്കാൻ എന്നെ ചുമതലപ്പെടുത്തി പോയിരിക്കുക. ഇത് കേട്ട സാഗർ എന്ത് സമ്മതിപ്പിക്കാനെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ അവൻ ഒരു കാര്യം എന്നോട് പറഞ്ഞു, അത് നടത്തി കൊടുക്കണമെന്ന്. എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു പിടിയില്ല. ആകെ ഒരു വെപ്രാളത്തിലാണ് ഞാൻ നിന്നത്. സാഗർ തന്നെ അവനോടൊന്ന് സംസാരിക്കൂ, എങ്കിലേ അവന്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവും. വേറൊരു വഴിയും എന്റെ മുമ്പിൽ കാണുന്നില്ല സാഗർ. ഇതൊക്കെ കേട്ട് സാഗറും ആകെ ദേഷ്യത്തിൽ പ്രതികരിക്കുന്നുണ്ട്. ഓഫീസിലെ മുഴുവൻ ടെൻഷൻ കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. വാലും തുമ്പവും ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാതെ നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ സുജു. അപ്പോഴേക്കും ആന്റിയമ്മ ഇതിനിടയിൽ കയറി വന്നിട്ട് ഇത്തരത്തിൽ കാര്യം പറഞ്ഞ് അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അത് പിന്നെ നല്ലൊരു വാർത്തയുമായിട്ടാണ് അവൻ വന്നത്, നമുക്കതങ്ങ് നടത്തി കൊടുക്കാം. എനിക്കതൊരു നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. അനിയൻകുട്ടന് എതിര് നിൽക്കരുത്. എന്തുകൊണ്ട് നമ്മുടെ കുടുംബത്തിന് അത്
അതൊരു നല്ല കാര്യമായിരിക്കും. ആന്റിയമ്മയും കാര്യം പറയാത്തതിനെ തുടർന്ന് സാഗർ വെപ്രാളം കാണിക്കുകയാണ് കാര്യം എന്താണെന്ന് പറയാൻ പറഞ്ഞിട്ട്. അപ്പൊ ആന്റിയമ്മ സുജുവിനോട് തന്നെ പറയാൻ പറയും. രണ്ടുപേരും കാര്യം പറയാതെ ചുറ്റിക്കളിക്കുന്ന കാണുമ്പോൾ സാഗറിന് ദേഷ്യമാണ് തോന്നുന്നത്. നിങ്ങൾ ആരും എന്നോട് ഒന്നും പറയണ്ടെന്ന് പറഞ്ഞ് പിണങ്ങി പോകാൻ തുടങ്ങുന്നതും സുജ പിന്നെ വളച്ചു കേട്ടാതെ കാര്യം തുറന്നു പറയുകയാണ്. ബെല്ലാമിന് കല്യാണം കഴിക്കണമെന്നാണ് അവൻ പറഞ്ഞത്. അത് മാനസേ. ഇതങ്ങോട്ട് അറിയുന്നതും സാഗർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരികയാണ്. ഞെട്ടലോടെ ചോദിക്കുകയാണ്, മാനസയോ എന്ന്? അതെ, അവൻ വന്നപ്പോ തന്നെ അതാണ് എന്നോട് ആവശ്യപ്പെട്ടത്. മാനസയെ കല്യാണം കഴിക്കണമെന്ന്, അത് നാളെ തന്നെ നടത്തുകയും വേണമെന്ന്. സാഗർ ഇപ്പം നിൽക്കുന്നില്ലേ, ഇതുപോലെ അന്തം വിട്ടാണ് ഞാനും അപ്പം നിന്നത്. ആദ്യം കരുതിയത് പറ്റിക്കാൻ പറഞ്ഞതായിരിക്കുമെന്ന്, പക്ഷെ അവൻ കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്. ഒടുവിൽ ഞാൻ സാഗറിനെ കൊണ്ട് സമ്മതിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടാണ് അവൻ ഇവിടെ നിന്ന് പോയത്. ഇത്രയും ദിവസം എവിടെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ട് ഒരു മറുപടി പോലും അവൻ പറഞ്ഞില്ല. അതുകൊണ്ട് സാഗർ, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? അവനാണെങ്കിൽ രണ്ടും കൽപ്പിച്ചാണ് നിൽക്കുന്നത്. ഒന്നും പറഞ്ഞാൽ അവന് മനസ്സിലാവുന്നേ ഇല്ല. കാണാതിരുന്നതിന്റെ സകല സന്തോഷവും അവൻ ഇല്ലാതാക്കി. എന്നാൽ ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽപ്പുണ്ടായിരുന്ന ആന്റിയമ്മ ബെല്ലാമിനെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. അവൻ എന്ത് സന്തോഷം ഇല്ലാതാക്കിയെന്നാ സുജു നീ പറയുന്നത്? മാനസയ്ക്ക് ഇവിടുത്തെ മരുമകളായിട്ട് വരാനാണ് വിധി കിടക്കുന്നത്. ഐശ്വര്യമായിട്ട് നമ്മൾ ആ വിവാഹം നടത്തി കൊടുക്കുകയല്ലേ അപ്പൊ ചെയ്യേണ്ടത്. സാഗർ ആണെങ്കിലും ഇതൊക്കെ കേട്ട് ആകെ സ്തബ്ധനായി പോവുകയാണ്. ഒടുവിൽ താൻ തന്നെ ഇതിനെക്കുറിച്ച് ബെല്ലാമിനോട് സംസാരിക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും സുജാത നിരുത്സാഹപ്പെടുത്തുകയാണ്. ഇനി സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് നമുക്ക് സമ്മതിച്ചു കൊടുക്കുക ഇനി മാർഗമുള്ളൂ. ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഞാൻ കുറെ പറഞ്ഞു നോക്കിയതാണ്, പക്ഷെ അവൻ ഉറച്ചു നിൽക്കുക. സുജാത അത്രയും പറഞ്ഞപ്പോഴേക്കും സുജാതയോട് നിന്ന് നിർത്താൻ പറഞ്ഞ് അലറുന്നുണ്ട് സാഗർ. ഓഫീസിലും സ്വസ്ഥതയില്ല, ദാ ഇപ്പൊ വീട്ടിലും സ്വസ്ഥതയില്ല. ഞാൻ പറഞ്ഞു അവനോട് സംസാരിക്കാമെന്ന്, അത് കേൾക്കുന്നില്ല. ഇങ്ങോട്ട് വരണ്ടായിരുന്നു, വല്ല ഹോട്ടലിൽ മുറിയെടുത്ത് അവിടെ അങ്ങ് കഴിഞ്ഞാൽ മതിയായിരുന്നു. സാഗറിന്റെ കടുപ്പിച്ചുള്ള ഈ വാക്കുകൾ കേട്ട് സുജാതയ്ക്കും സങ്കടമാവുന്നുണ്ട്. കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് മാറി പോകുന്നുണ്ട് സുജാത പോയതും ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞ് അടുത്ത് വരുന്ന ആന്റിയമ്മയും സാഗർ വഴക്ക് പറയുന്നുണ്ട്. ഒരു കാര്യം എന്നോട് പറയണ്ട, നിങ്ങൾ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. എന്തവസ്ഥയിലാണോ ഓരോരുത്തർ വന്നു കയറുന്നതെന്ന് അറിഞ്ഞു വേണം സംസാരിക്കാൻ. അങ്ങനെയും പറഞ്ഞ് ആന്റിയമ്മയ്ക്ക് നല്ലത് കൊടുത്ത് സാഗർ പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ദേവ്ജിയെ തന്റെ ക്യാബിനിലേക്ക് വിളിപ്പിക്കുന്ന ജയമോഹൻ. ഞാനൊരു ടൈം പാസിന് വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നതെന്നും വന്നപ്പോൾ കുറെ ഫയൽസ് എല്ലാം എടുത്തു നോക്കി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട വർക്കുകളെല്ലാം കൺമണിയാണ് ചെയ്യുന്നതെന്ന്. നമുക്ക് ഒത്തിരി ഡിസൈനേഴ്സ് ഉള്ളതല്ലേ, അപ്പൊ പിന്നെ കൺമണി മാത്രം എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ദേവ്ജി അങ്ങോട്ട് കയറി പറയുകയാണ്, ഇനി അങ്ങോട്ടും മേജർ ഡിസൈൻസ് എല്ലാം കൺമണി തന്നെ ചെയ്യുമെന്ന്. കമ്പനി ഇത്രയും ഇന്റർനാഷണൽ ലെവലിൽ എത്തിയത് കൺമണി കാരണം മാത്രമല്ലേ? ദേവ്ജിയുടെ വാക്കുകളൊന്നും ജയമോഹൻ ഇഷ്ടപ്പെട്ടില്ല. എങ്കിലും അത് മറച്ചു വെച്ചുകൊണ്ട് പറയും, ഗുഡ്, അങ്ങനെ തന്നെയാണ് വേണ്ടത്. നമ്മുടെ കമ്പനിയെ വേൾഡിലെ മെയിൻ ഗ്രൂപ്പുകളിൽ ഒന്നാക്കണം. പക്ഷേ ഒരേ ആള് തന്നെ വരച്ചുകൊണ്ടിരിക്കുമ്പോഴേ അത് കുറെ കഴിയുമ്പോൾ മടുക്കില്ലേ? ആ ചോദ്യത്തിന് ഞാനത് സമ്മതിച്ചു തരില്ലെന്നാണ് ദേവ്ജിയുടെ മറുപടി. 40-50 വർഷമായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന താരങ്ങൾ മലയാളത്തിലുണ്ട്. ആർക്കെങ്കിലും മടുക്കുന്നുണ്ട്? 50 വർഷത്തിലധികം പാരമ്പര്യമുള്ള എത്രയോ കലാകാരന്മാരുണ്ട് ഇവിടെ, എന്നിട്ട് മടുക്കുന്നുണ്ട്? ഇല്ല, അങ്ങനെ മടുക്കില്ല, മടുപ്പിക്കുകയുമില്ല. ഒരു കലാകാരൻ മനസ്സിൽ കുറിച്ചിട്ട വിഷ്വൽ അതിന്റെ സ്കെച്ച് വരച്ച് പെയിന്റ് ചെയ്ത് കാണുന്നവരെ വൗ എന്ന് പറയിപ്പിക്കാൻ തന്നെ അയാൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യണം. ആ വർക്ക് കണ്ടിട്ട് പോരാന്ന് പറയുന്നവരുണ്ടാകാം, പക്ഷെ പോരാ, മോശമാണ് എന്ന് പറയാൻ വേണ്ടി മാത്രം കാത്തിരുന്ന ചിലരുമുണ്ട്. അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിലല്ല ജയമോഹൻ എന്ന് എനിക്കറിയാം. ഞാൻ അങ്ങനെയല്ലെന്ന് ജയമോഹനും പറഞ്ഞപ്പോ അതെ, സത്യം. കാരണം ജയമോഹൻ ഇരിക്കുന്നത് ഒരുപാട് കലാകാരന്മാരുടെ നടുവിലാണ്. ഏതായാലും ദേവ്ജിയുടെ വാക്കുകളെല്ലാം കേട്ട് നാണം കെട്ട് പോകുന്നുണ്ട്, തല കുനിഞ്ഞു പോകുന്നുണ്ട് ജയമോഹന്റെ.